മണ്ണങ്കട്ട വീട്ടിലോട്ട് കെട്ടിക്കേറി വന്ന് അന്നോട്ട് തുടങ്ങിയത് എൻ്റെ കഷ്ടപ്പാട്. പാത്രം കഴിയും തുണിയലക്കി ഞാൻ മടുത്ത്. എൻ്റെ ദൈവമേ. എന്നിട്ട് ഞാൻ പറഞ്ഞ് തുണി കഴുകാൻ വയ്യാഞ്ഞിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതാ ചേട്ടാന്ന്. അങ്ങേരെ എൻ്റെ ഇടയ്ക്ക് പറയാ കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എന്തിനാടി വാഷിംഗ് മെഷീൻ എന്ന്. ഞാൻ എന്താ കാണിക്കാനാ? ഇവിടുത്തെ പാത്രം കഴുകി എൻ്റെ കൈ കഴുകി തീരാറായി. ഈശ്വരാ, ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കാതെ എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണേ ഈശ്വരാ. ഭഗവാനെ, ചുമ്മാ അങ്ങ് പറഞ്ഞപ്പോ അങ്ങ് സീരിയസ് ആയിട്ട് എടുത്തല്ലേ. പെട്ടെന്നൊന്നും ഞാൻ വരുന്നില്ല, കുറച്ചു കാലം കൂടെ കഴിയട്ടെ. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം. എന്ത് പറയാനാന്നുള്ളത്. അതെ, ഞാനിങ്ങനെ പറയുമ്പോ നിങ്ങളെല്ലാം വിചാരിക്കും ഞാൻ എന്തിനാ ഇങ്ങനെ പദം പെറുക്കി പറയുന്നതെന്ന്. ഉള്ള കാര്യം ഉണ്ടായിട്ടാ. ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാൻ വലിയ കുടുംബത്തിലൊക്കെ ജനിച്ചതാ. പക്ഷെ ഞാൻ ഈ കല്യാണം കഴിക്കുന്ന സമയത്തെ മറ്റേ ഈ കലിപ്പന്റെ കാന്താരിയൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാനപ്പോൾ അതുകൊണ്ട് ഈ കലിപ്പന്റെ കാന്താരി ആകാനായിട്ട് ഞാനൊരു കലിപ്പനെ നോക്കി അങ്ങ് കെട്ടി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചാലും ഒരു ഇച്ചിരി കലിപ്പ് കൂടിപ്പോയി. ഒന്ന് പറഞ്ഞുണ്ടാവുന്ന അടിച്ചു തരും. അതാ, അയ്യോ എന്ത് പറയാനാ. നാട്ടിലുള്ള വള്ളി മൊത്തം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരികയും ചെയ്യും. എന്ത് ചെയ്യാനാന്ന് പറ. ഇനിയിപ്പോ വിറകും കൂടെ കീറി ഇടണമല്ലോ ദൈവം. ഇല്ലെങ്കിൽ കലിപ്പം വന്നിട്ട് എന്ത് ചെയ്യുന്നു. ഈ 2-3 മാസമായിട്ട് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല? ഈ ഗ്യാസ് കുറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായില്ലേ? ദൈവം സഹായിച്ചു, എനിക്കത് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ ഗ്യാസ് അടുപ്പില്ല. വിറകിൽ ഊതി 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 ഞാനിപ്പോൾ കുഴല് പോലായി. ആപ്പിള് പോലിരുന്ന ഞാനാ ഇപ്പം മാങ്ങാണ്ടി പോലായി. ഓ, അങ്ങനെ വരുന്നതിന് മുമ്പ് ഞാൻ ആ വിറക് കീറിയിട്ടേച്ചും വരട്ടെ. ഈശ്വരാ ഭഗവാനെ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യോ, നമസ്കാരം. മനസ്സിലായോ എന്നെ? പന്നിപ്പറമ്പിൽ ഐസക്ക്. കറങ്ങണ കോഴിയാണ് ചിഹ്നം. 4 പ്രാവശ്യം കൊണ്ട് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നു. അന്തസ്സായിട്ട് 4 പ്രാവശ്യം തോറ്റു കൊടുത്തു. ഈ പ്രാവശ്യം നിൽക്കുകയാണ് വാശിക്ക്. 5ാമത്തെ പ്രാവശ്യം ഞാൻ എല്ലാവരുടെ പുറകെ നടന്ന് പറഞ്ഞു, മേഡം എനിക്കിട്ട് കുത്തനെ, എനിക്കിട്ട് കുത്തനെ, എനിക്കിട്ട് കുത്തനെ എന്ന്. ഒരു മനുഷ്യൻ എനിക്കിട്ട് കുത്തിയില്ല. ഒരാള് കുത്തി. ആരെന്നറിയാ? എൻ്റെ അച്ഛൻ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, 4 പ്രാവശ്യം തോറ്റിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ വീണ്ടും നിൽക്കണം അല്ലടാ പുല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ ചിറിയിലിട്ട് ആ കുത്താണ് കുത്തിയത്. ഇപ്രാവശ്യം അങ്ങനെ വരുമൊന്നുമില്ല. ഈ ഇലക്ഷന്റെ തിരക്കിലും ഞാൻ ഓടിപ്പിടിച്ച് ഇവിടെ വന്ന് നിൽക്കണതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായ? നമ്മൾ സ്ഥാനാർത്ഥിമാര് പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാരിയും മറ്റൊക്കെ പണയം വെച്ചാണ് പോസ്റ്ററും ഫ്ലെക്സും മറ്റൊക്കെ അടിച്ചു വെക്കണത്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. ഇത് ചില സാമൂഹിക വിരുദ്ധന്മാര്, സാമൂഹിക ദ്രോഹികൾ വന്ന് നമ്മളില്ലാത്ത സമയത്ത് വലിച്ചു കീറിയാൻ കളയുന്നു. ഇത് എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. എൻ്റെ ജംഗ്ഷനിലിരുന്ന എൻ്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോസ്റ്റർ ഈ വീട്ടിലെ ഗിരി എന്ന് പറഞ്ഞവൻ വലിച്ചു കീറി. ഗിരി, റേഷൻ കാർഡിൽ നിന്ന് നിന്റെ അരി വെട്ടിയടാ. നീ ഇല്ല നീ. ഇത് പറഞ്ഞോണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ അക്രമ രാഷ്ട്രീയത്തിന് കൂട്ടാണെന്ന്. ഇല്ല, അക്രമ രാഷ്ട്രീയത്തിന് എതിരാണ് ഞാൻ. ഈ കൈ കണ്ട അഴിമതിയുടെ ചോരക്കറ ഞാൻ പുരളാൻ ഞാൻ സമ്മതിക്കുമല്ലോ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് അന്തസ്സായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അറിയാ, ഈ കൊട്ടേഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അളിയാ. ഹലോ എടാ. എടാ, നിന്നെ കാണാനില്ലല്ലോടെ. നീ എവിടത്തെ മണ്ടനടാ? എടാ, ഇത് ഓഡിയോ കോളാണ്, വീഡിയോ കോളല്ല, കാണാൻ പറ്റൂല. ഞാൻ ഒന്നാമത് ഏറിൽ നിൽക്കണം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ എടാ, നമ്മളെ പോസ്റ്റർ കീറിയ ഗിരിയുടെ വീട്ടിലാണ് സുഹൃത്തെ ഞാൻ നിൽക്കുന്നത്. ഓ, ഇവനെ വെട്ടണ്ടേ നമുക്ക്? പിന്നെ അവന്റെ പണി നമ്മൾ തീർക്കും, പണി കൊടുക്കും. നീ പെട്ടെന്ന് വാടാ. ഞാനല്ല വരുന്നത്, പിന്നെ നമ്മളെ ഗുണശേഖരനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഒരു ഗുണമില്ലാത്ത അവനെ എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നമുക്കറിയാത്ത ഒരുപാട് ഗുണങ്ങൾ അവനുണ്ട്. അതല്ല രാജേഷേ, ഗുണശേഖരൻ നമ്മുടെ പാർട്ടിക്കാരല്ല. അവൻ ഇന്നലെ വെളുപ്പിനെ ആയടാ നമ്മളെ പാർട്ടിയിലായി രഹസ്യമായിട്ട്. ഓ എടാ, അവനല്ലേ ഈ പോസ്റ്റർ കീറിയ കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞത്. അഥവാ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവസാനം അവന്റെ തലയെ കെട്ടിവെച്ചു കൊടുത്താൽ മതി. ഇനി അവൻ വെട്ടൂല്ല. പിന്നെ ഉറപ്പായിട്ടും എത്തും. എനിക്കതറിഞ്ഞാ മതി. ഓക്കെ. ഇപ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റൂലെന്നാണ് ഭാര്യ പറഞ്ഞേക്കുന്നത്. ഇനി വന്ന് ഗുണശേഖര വേണ്ട, ഇലക്ഷന് നിൽക്കണ്ടേ? അതല്ല, സംസാരിക്കണ്ട. നീ എവിടെയായിരുന്നു നീ കുറെ കാലം? അവസാനം ഒരു ആവശ്യം വന്നപ്പോ ഞാനേ വന്നോളൂ നിങ്ങളുടെ പാർട്ടിയില്. അതത്രേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടിയിൽ ഓരോരോ വികസന കാര്യങ്ങൾക്ക് ഇനി ഞാൻ ഉണ്ടാവും, പേടിക്കണ്ട. ഈ വിഷയം അവൻ എവിടെ? ഇവിടെ ആരാണ് ഈ ഫ്ലെക്സ് കീറിയത്? ഈ ഫ്ലെക്സ് കീറിയ ഗിരി. അവനെ ഈ സമൂഹത്തിന് മുന്നിട്ട് ഇടിച്ച് പരത്ര എനിക്ക്. ഇടാ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂലെന്ന്. പിന്നെന്താണ്? നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ അവനെ നൈസായിട്ട് വിളിച്ചു വരുത്തി വേണം നമുക്ക് പ്രയോഗിക്കാൻ. അതൊക്കെ പ്രയോഗിക്കാം. നീ താമസ കാര്യം എന്തേ? താമസ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കഥയാ. ഇവിടെ വലിയ കഥ കേട്ടോണ്ടിരിക്കാനുള്ള സമയമില്ല. ഗിരി ഇറങ്ങുന്നു, ഗിരിയെ വെട്ടുന്നു. ഷോർട്ടായിട്ട് പറ. ഷോർട്ടായിട്ട് പറയണല്ലേ? ഫ്ലന്ന്
ആ അതെന്തര്? ഫ്ലെക്സ് അടിക്കാൻ പോയപ്പോ എന്റെ കൂട്ടുകാരനെ കണ്ടു, അവന്റെ അടുത്ത് സംസാരിച്ച് നിന്നു. ഫ്ലെന്ന്. ഞാൻ ചോദിച്ചത് പിന്നെന്താണ്? നീ താമസിച്ച കാര്യം എന്താണ് വ്യക്തമായിട്ട് അതല്ലേ പറഞ്ഞത്. ഞാൻ ഫ്ലെക്സ് അടിക്കാൻ ചെന്നപ്പോ അവിടെ എന്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ, അവൻ പണ്ട് ഓട്ടോഗ്രാഫി എഴുതി തന്നിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. ആ പ്രിയ സുഹൃത്തെ, മരിച്ചാലും മറക്കില്ല നിന്നേന്ന്. എന്നിട്ട് 1.5 മണിക്കൂർ എടുത്ത് അവന്റെ അടുത്ത് ഞാൻ ആരെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കേ. ആ പുല്ലൻ എന്നെ മനസ്സിലായില്ലെന്ന്. മനസ്സിലായില്ലേ? ഇത് നമുക്കറിയാം. ഇതുപോലെ ഓരോരോ ഫ്ലെക്സുകൾ പലയിടത്തും വെക്കാം. ഞാൻ എഴുതി വെക്കാം. ആരെഴുതി വെക്കാം? ഞാൻ എഴുതി വെക്കാം. കഴിഞ്ഞ തവണ ഞാൻ പാർട്ടിയിൽ ഞാൻ കിടക്കായിട്ട് എഴുതി വെച്ചില്ലേ. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ദിവസം എന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ഇവനെ എന്തിനാണ് പറഞ്ഞു വിട്ടേന്ന് അറിയാമോ? ഓരോ പാർട്ടിക്കാർക്ക് ഓരോ ആപ്തവാക്യം ഉണ്ടല്ലോ, വരും റെഡിയാക്കും പോകുന്നൊക്കെ. എന്റെ പാർട്ടിയുടെ ആപ്തവാക്യം എന്താണെന്ന് അറിയാം? കൂടപ്പിറപ്പായി ഐസക്കുണ്ട്. 9ാം വാർഡിൽ എഴുതി വെച്ച എന്താണെന്ന് അറിയാം? കൂടെ കിടക്ക ഐസക്കുണ്ടെന്ന്. 9ാം വാർഡിലുള്ള ഒറ്റ വോട്ട് കിട്ടിയില്ല. അയ്യോ, അങ്ങനെയാണ് ഞാൻ തോറ്ററിയാം. അയ്യോ, അതൊന്നും പറഞ്ഞേക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവന് ചവിട്ടി നോക്കണ്ടേ? ചവിട്ടി നോക്കണം. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ വിഷയം നേരെ കേന്ദ്രമന്ത്രിയുടെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് പുള്ളി വരട്ടെ. പുള്ളി വരുമ്പോ നമ്മൾ യവനെ ആവശ്യത്തിന് ഇടിക്കണം. യവനെ ഗിരിയെ വിളിച്ചു വരുത്തുന്നു, നമ്മൾ ആവശ്യത്തിന് ഇടിക്കുന്നു. അപ്പൊ ഇതുപോലെ ആൾക്കാർ നോക്കത്തില്ലേ? ആ സമയം നമ്മൾ സ്വന്തമായിട്ട് ഷർട്ട് കീറിയിട്ടിട്ട് ഞങ്ങളുടെ ഫ്ലെക്സ് അവൻ കീറി, ഇപ്പതാ ഇവിടെ ഞങ്ങളെ അടിച്ചു കൊല്ലണോ, സഹതാപ വോട്ട് പിടിക്കണോ എനിക്ക്? അങ്ങനെ സഹതാപ വോട്ട് നമുക്ക് കിട്ടും. ഇത്തവണ കിടുക്കായിട്ട് ജയിക്കാം. 4 വർഷം തോറ്റില്ലേ? സഹതാപ വോട്ട് പിടിച്ച് എങ്ങനെയെങ്കിലും ജയിക്കണം. അത് തന്നെ, അവനെ നമുക്ക് കൊണ്ടുവരാം. അത് കൈ ഇങ്ങനെ ഇരിക്കണം. എനിക്ക് എന്താ അറിയണം, അഭിനയം എന്ന് പറഞ്ഞാൽ ഇതും കയറി വരും. ഓരോ അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്. എന്തോ ചെയ്യണം? ഓരോ അക്രമം നടത്തുമ്പോ സൗണ്ട് കേട്ട് ഗിരി വെളിയിൽ വരും. വെളിയിൽ പറഞ്ഞതും വെട്ടിക്കൊള്ളവനെ. ആദ്യം ഒരു കാര്യം ചെയ്യാം. ഗിരി, നിന്റെ കൈലി വലിച്ച് കീറങ്ങോട്ട്. വലിച്ച് കീറ്. ദൈവമേ, ഇത് കീറാനും പറ്റുന്നില്ല. കൈലി കൊണ്ട് വലിച്ച് കീറ്. സമൂഹമേ, അടി. എന്താണ് ഇങ്ങനെ? കൊച്ചിന്റെ ഡ്രസ്. ഗുണശേഖര, പിള്ളേരെ തൊട്ടുള്ള കളി വേണ്ട. കൊച്ചു പിള്ളേരെ എന്തോന്ന് പഠിച്ചടാ? അണ്ണ, ഇപ്പോഴാണ് എനിക്ക് അണ്ണനോട് ബഹുമാനം തോന്നുന്നതാവേ. എന്തൊക്കെയായാലും കൊച്ചുങ്ങളോട് ഇത്ര സ്നേഹം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കീറണ്ടെന്ന് പറഞ്ഞത്. ആർക്ക് സ്നേഹം? നിങ്ങക്ക്. എന്റെ കൊച്ചിന്റെ അതേ അളവ്. തുണി മാറ്റി കൊടുത്തിട്ട് എത്ര ദിവസമായി? വീട്ടിലല്ലെങ്കിൽ പെണ്ണുള്ള വീട്ടിൽ കയറ്റൂല. അപ്പൊ ഇത് ഏത്? അതൊക്കെ അല്ലേ ചുരിദാറ്. പെണ്ണും പിള്ളേരുടെ അളവ്. കീറല്ലോ, മാറ്റി വെക്കാം. കീറാൻ പറ്റൂലല്ലേ? ഇനി ഒന്നുമില്ല. ഇതൊക്കെ വെട്ടട്ടെ. വെട്ടി തള്ളാങ്ങോട്ട്. അത്ര തന്നെ. എല്ലാം ഉണ്ടേ കൂടുതൽ. വെട്ടി അത്ര തന്നെ. ഇരി ഇറങ്ങണതും വെട്ടണം. ഞാൻ ഇതുപോലെ ചെയ്യണോ? ഞാൻ ഇതുപോലെ ചെയ്യട്ടാ. ഇറങ്ങി വാടാഗിരി ചൊണയുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. എടാ, പോസ്റ്റർ അടിച്ചു വെച്ചത് കാണാനല്ല. ഉണ്ടെങ്കിൽ പിന്നും വെള്ളം അങ്ങോട്ട് മാറി. ഇറങ്ങി വാടാഗിരി. വീട് പെണ്ണും വെള്ളം അങ്ങോട്ട് മാറിയില്ല. അങ്ങോട്ട് നശിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വാടാഗിരി. എന്തുവാ പൊട്ടിക്കല്ലേ? ഓരോ കല അടിച്ചു പൊട്ടിച്ചപ്പോഴും ഓരോ കെട്ടിപ്പിടുത്തം. ഇവിടെ ഒരു കല വരുന്ന അതെവിടാത്? മതി. അത് അലൂമിനിയമാ. അല്ലെങ്കിൽ എനിക്കൊരെണ്ണം പൊട്ടിച്ചൊരു കെട്ടിപ്പിടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ ഇവിടെ എന്താ ഇതൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന? എന്താ ആരെന്നറിയാമോ? ഐസക്. അയ്യോ ചേട്ടാ, തൊണ്ടവേദന. ഐസൊന്നും ഇവിടെ വേണ്ട. വെള്ളം ഇട്ടോണ്ട് നിക്കണ കണ്ടിട്ട് മനസ്സിലായില്ലായിരുന്നു. ഇതാണ് ഐസിലിട്ട പന്നി. പന്നിപ്പറമ്പിൽ ഐസക്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊട്ടിച്ചത്. സ്ഥാനാർത്ഥിയൊക്കെ സമ്മതിച്ചു. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തല്ലി പൊട്ടിക്കേണ്ട ആവശ്യം എന്തുവാ? അത് ആക്ച്വലി ജംഗ്ഷനിലുള്ള എന്റെ ജംഗ്ഷനിലുള്ള പോസ്റ്ററുള്ള ഭർത്താവ് ഗിരി വലിച്ചു കീറി. ഒരു മിനിറ്റ്, വെളി ഇറങ്ങണത് അവനെ കുട്ടും. നീ എങ്ങനെ തോക്കാതിരിക്കണം? അതായത് അങ്ങനെ പെട്ടെന്ന് കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കെട്ടിയവനെ വിളിച്ച് പറയത്തില്ലേ നമ്മൾ അടിക്കാൻ വേണ്ടി വന്നതാണെന്ന്? അങ്ങനെ പറയും. പിന്നെ അതുകൊണ്ട് തഞ്ചത്തിനങ്ങ് പറയണം. നീ അവനെ കൂടെ അറിയിക്കണോ? ആരെയാ? തങ്കപ്പനെയും കൂടെ. ഇനി അങ്ങനെയുള്ള സാധനം പറയരുത്. അതല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ പിച്ചയാണല്ലോ. അത് പണ്ടേ അങ്ങനെയാണല്ലോ. അതല്ല, രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് തുടങ്ങിയല്ലേ ഉള്ളൂ. നിങ്ങളെ പോലെ ഗുണ്ടകൾ പറഞ്ഞു തരുന്നതാണല്ലോ നമുക്ക് വേദവാക്യം. അതുകൊണ്ട് തഞ്ചത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം. ഇതെന്തിനാ അടിച്ചു പൊട്ടിച്ചെന്നറിയാമോ? നിങ്ങളുടെ ഭർത്താവിന് ലോട്ടറി അടിച്ചു. ഇനി കൊറേ അടി ഉണ്ടല്ലേ? അടിക്കാൻ കിടക്കണല്ലേ ഉള്ളു. അടിയോടടിയായിരിക്കും. എന്റെ ചേട്ടൻ ലോട്ടറി എടുക്കാറില്ലല്ലോ. അലിച്ചടാ, അവൻ ലോട്ടറി എടുക്കൂലെന്ന്. അതെന്താ അറിയാമോ?
എടുക്കാത്ത ലോട്ടറിക്കാണ് അടിച്ചേക്കുന്നത്. ലോട്ടറിയോ? നമ്മൾ ചിലപ്പോ 15-25 എടുക്കും. അപ്പൊ 26 എടുക്കാത്ത 26 അടിക്കുന്നേ. അതുപോലെ എടുക്കാത്തൊരു ലോട്ടറിക്കാണ് നിന്റെ കെട്ടിയവൻ അടിച്ചത്. ഓ അങ്ങനെയായിരുന്നല്ലേ? അതങ്ങ് വിശ്വസിച്ച്. ഈ ബമ്പറൊക്കെ അടിച്ചതായിരിക്കട്ടെ, ഈ ബമ്പർ അടിക്കുന്നതിന് എന്തിനാ ഇതൊക്കെ തല്ലി പൊട്ടിക്കുന്നേ? അത് സംഭവം അറിയാമോ? നമ്മൾ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തെ കാര്യങ്ങളെല്ലാം തീരുമല്ല, നേരെ വർക്കല കൊണ്ടങ്ങ് ഒഴുക്കാമല്ലോ. വർക്കലെ കൊണ്ടൊഴുക്കാനോ? അയാള് പറഞ്ഞു വന്നത് തരാം കേട്ടാ. കാശുകാരായല്ലോ, ഇനി ഇത് വർക്കലെ കൊണ്ട് ഒഴുക്കിയിട്ട് ലോട്ടറി അടിച്ച പൈസക്ക് അവിടെ ഒരു ഫ്ലാറ്റ് മേടിക്കാം. അതാണ് പറഞ്ഞത്. അതായിരുന്നോ പറഞ്ഞത്? ഇനി ഇങ്ങോട്ടേ, ഇനി സംസാരം പറച്ചില്ല, കാര്യങ്ങൾ പറയുക. അവനെ വിളിക്കാൻ 2 ഇടി കൊടുക്കുക. അത്ര തന്നെ കാര്യങ്ങൾ പറയട്ടെ. കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങോട്ട് നിക്കേ. ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞ കള്ളവാ, ഞങ്ങൾ കള്ളന്മാരാ. നിന്നെയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി നീയൊക്കെ കള്ളന്മാരാ. അങ്ങനെയല്ല, പിന്നെ ഞങ്ങൾ കള്ളത്തരം പറയാം. നിന്റെ കെട്ടിയവൻ ലോട്ടറിയും കുത്തൊന്നും അടിച്ചിട്ടില്ല. നിന്റെ കെട്ടിയവനെ ഇടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നിന്റെ കെട്ടിയവൻ എവിടെ പോയി? മരണത്തിന് പോയി. ഈ ഗിരി എപ്പോ പോയിട്ട് വരും മരണം കഴിഞ്ഞിട്ട്? 3 മണിയാകുമ്പോ വരും. 3 മണിയോ? 3 മണി വരെ എന്ത് ചെയ്യുന്നു? അംഗനവാടി പോയി. ഗിരി കെട്ടിയവനെ അല്ല, എന്റെ മോൻ 4 വയസ്സ് അംഗനവാടി പോയി. എന്റെ മകൻ 4 വയസ്സ് അംഗനവാടി പോയി. അല്ലപ്പ മറ്റേ ജംഗ്ഷനിൽ വെച്ച പോസ്റ്റർ വലിച്ചു കീറിയ ഗിരി എന്നല്ലേ പറഞ്ഞേ? എന്റെ മോൻ 4 വയസ്സുള്ള എന്റെ മോൻ. അവനായിരിക്കും ചിലപ്പോ ചെന്ന് കീറി. അവന്റെ ഹൈറ്റിനനുസരിച്ച് കണ്ടപ്പോ കീറിയതായിരിക്കും. സ്വാഭാവികം. 4 വയസ്സ് മുട്ടിലഴിഞ്ഞോണ്ട് നടക്കണ കൊച്ചു പോസ്റ്റർ കീറിയനാടാ എന്നെ വിളിച്ചോണ്ട് വന്നത് അടിക്കാൻ. അല്ല, ഞാൻ അവിടെ നോക്കുമ്പോൾ അങ്കൻവാടി അടുത്തുള്ള സാധനമാണ് കീറിയത്. ടീച്ചറിന് നോക്കുമ്പോൾ ഗിരി എന്ന് പറയുന്ന ആളും പറഞ്ഞു, വീടും പറഞ്ഞു, കൊച്ചു ചേർക്കണമെന്ന് ടീച്ചർ പറഞ്ഞില്ല. അതിൽ ഞാൻ പാർട്ടി ഓഫീസിൽ പോയി പറഞ്ഞു ഒന്ന് എൻട്രി ആക്കി വേണ്ടി അങ്ങനെ ചെയ്തത്. എടാ 250 രൂപ സെറിലാക്കി തീരാനുള്ളതാണ്. വിഷയം ഉണ്ടാക്കി കളഞ്ഞല്ലടാ നീ. ഒരു കാര്യം ചെയ്യും, 10, 200, 500 കൊടുത്ത് ഒതുക്കാൻ നോക്ക്. ഒതുക്കായി എല്ലാം വലിച്ചു. കാരണം ഒന്നാമത് നാളെ കലാശാല ബാബു ആണല്ലോ. അത് തന്നെ നാളെ അതാണല്ലോ കുട്ടിക്കലശം. ഇന്നുകൂടി കഴിഞ്ഞ് നമുക്ക് പാർട്ടിക്ക് വിജയിക്കേണ്ട. അങ്ങനെ ചെയ്ത ഐഡിയ അല്ലേ? ഒരു കാര്യം ചെയ്യ്, പോയാ നോക്കിയാണ് പെണ്ണമ്പിള്ള പോയി. എവിടെ പോണ്? 4 വയസ്സുള്ള എന്റെ കൊച്ചിനെ ഉപദ്രവിക്കാൻ വന്നതാണല്ലോ. എന്റെ സാധനം എല്ലാം ദൈവമേ, എന്റെ സാധനം എല്ലാം അയ്യോ അയ്യോ അയ്യോ. നാട്ടുകാരെ മീഡിയക്കാരെ എല്ലാരും നോക്കി എല്ലാരും കവർ ചെയ്യണേ എന്റെ ഭഗവാനെ. കാല് പിടിക്കാം, എന്ത് വേണേലും ചെയ്യാം. ഒന്നും ചെയ്യണ്ട. കാല് പിടിക്കാം. തൂത്തുവാരി കൂട്ടിയേട് ശകല സൂപ്പർവൈസും കൂടെ ആയിരിക്കും. അയ്യോ അയ്യോ, ഒരു സാധനം അറിയാണ്ട് പറ്റിപ്പോയതാണ്. ഒന്നും ചെയ്തില്ല. തൊട്ടുപോയത് കൊണ്ടാറുന്ന ഒരെണ്ണം കൂടി അങ്ങ് പൊട്ടിച്ചല്ല. സോറി, അറിയാണ്ട്. പിടിക്കാൻ പോയല്ലോ. ദാണ്ട് ഓരോന്ന് ഷൂട്ട് ചെയ്യണ്. ആ ക്യാമറകളൊക്കെ വന്നല്ലേ? ക്യാമറ വന്ന് 1, 2, 3, 4, 25 ക്യാമറ ഉണ്ട്. ആരതൊക്കെ അറേഞ്ച് ചെയ്ത്? ഞാൻ വിളിച്ചു വരുത്തി. അവനെ തല്ലുമ്പോ ഇമാരിപ്പൊ കയറി വരും നമ്മൾ അറിഞ്ഞ. ദാണ്ട് എല്ലാം ഷൂട്ട് ചെയ്യുന്നു. പാവ ഒരു സ്ത്രീ എടുത്ത്. അയ്യോ, ചാനലുകാരെല്ലാം ഉണ്ടോ? ദാണ്ട് എല്ലാം ചാനലുണ്ട്. ഭാഗ്യം 24 ന്യൂസ് ഇല്ല. 24 ന്യൂസ് ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ സ്പ്രെഡ് ആയനെ. ഭാഗ്യം, ഞാൻ രക്ഷപ്പെട്ട്. അവരുടെയാണ് 4 ഡ്രോൺ. ഇതാണ്ട് എവിടെ? അപ്പൊ എന്നെ മോൻ കാണൂലേ? പിന്നെ കാണൂലേ? നഗ്നതാ പ്രദർശനം കാണിച്ചിരിക്കുന്നു. അവരല്ലേ പറയാനുള്ള? അത് കുറച്ച് കഴിഞ്ഞല്ലേ പറയൂ. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്തോ ആയാലും അകത്താവും. ഇനിയിപ്പോ ഞാൻ ഫോൺ അടിക്കുന്നു. ഫോണ്. അയ്യോ, കേന്ദ്രമന്ത്രി ചൗധരി വിളിക്കുന്നു. ഹലോ, मैम ഐസക് ഹൂം ചൗധരി സാബ്. ठीक है. അബദ്ധം പറ്റിപ്പോയെന്ന് പറ. ഇവിടെ ഇധർ മേര പരിസരത്തെ എല്ലാ പോസ്റ്ററും കീറി ഹൈ. ഗിരി കീറി ഹൈ. ഈ എല്ലാം പുല്ലി എല്ലാത്തിന്റെ ഹിന്ദിയാ. പൂരാ കീറി ഹൈ. പൂരാ കീറി ഹൈ. ഹലോ, സോറി സാർ, അങ്ങനെ പറഞ്ഞല്ല. മലയാളിയാണ് PA. പുള്ളിയാണ് ഇപ്പൊ എടുത്തത്. പുള്ളി പറയുന്ന അയാൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിച്ചെന്ന് പറയും. ഫ്ലൈറ്റ് എറണാകുളത്ത് ഇറങ്ങാൻ നേരെ തിരിച്ചു പോയേക്കണ്. കേന്ദ്രമന്ത്രി പോയി. ഇനി നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള നമ്മുടെ പാർട്ടിയുള്ള ആർക്കും വോട്ട് കൊടുക്കരുതെന്നാണ് പുള്ളി പറഞ്ഞേക്കണത്. കെട്ടിവെച്ച എല്ലാ പൈസയും പോയി. ഞാൻ തോക്കും. 5ാമത്തെ തവണ ഭീകരമായ തോൽവി. എനിക്ക് വയ്യേ. നിങ്ങൾ തോക്കത്തില്ല, നിങ്ങൾ ജയിക്കും. എന്തോന്ന്? നിങ്ങൾ ജയിക്കും. ഞാൻ ജയിക്കോ? അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കണ വവ്വാൽ ചിഹ്നത്തിൽ ഇരിക്കണ താമരാശം പിള്ളേ അയാളും ജയിക്കും. ജയിക്കോ? അപ്പൊ എന്റെ പേപ്പട്ടി ചിഹ്നത്തിൽ ഇരിക്കണ സുരേന്ദ്രൻ പിള്ളേ അയാളും ജയിക്കും.
എല്ലാരും കൂടെ ജയിച്ചാ തോക്കാരെങ്കിലും വേണ്ടടേ. തോക്കാൻ ആരുണ്ടെന്ന് വർഷം ഇവിടെ വോട്ട് കുത്തുന്ന ഇവിടത്തെ പാവം ജനങ്ങളില്ലേ, അവര് എല്ലാ തവണയും തോക്കും. കറക്റ്റ് അല്ലേ? നശാരാ, ആ